അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പല വിദ്യാർത്ഥികളും തജ്വീദിലെ പാഠങ്ങൾ റിവിഷൻ വേണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് തജ്വീദിൻ്റെ റിവിഷൻ പാഠങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ 1-2 പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ചില കുട്ടികൾ അഭിപ്രായപ്പെട്ടു, ചോദ്യത്തിന് മാത്രം പോരാ, പാഠങ്ങൾ റിവിഷൻ വേണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാഠം 1, ഫളായിലു തിലാവ, ഖുർആൻ പാരായണത്തിൻ്റെ ശ്രേഷ്ഠതകൾ. വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും വളരെയേറെ പുണ്യമായ അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, തജ്വീദിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചുകൊണ്ട് കേൾക്കണം, എന്നാലാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അൽ മാഹിറു ഫിൽ ഖുർആനി മാ സഫറത്തിൽ കിറാമിൽ ബററ. ഈ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്ന ചോദ്യമാണ്, ഒന്നാമത്തെ വരിയിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യം, വളരെയേറെ പുണ്യമായ അമലാണ് ഇത്, വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന ഡാഷ്. ഹദീസ്, ആ ഹദീസ് പൂരിപ്പിക്കാൻ ചോദിക്കും, അതിനർത്ഥം പഠിക്കണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, അതിനർത്ഥം ഖുർആനെ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി തങ്ങൾ പറഞ്ഞതായിട്ട്, അൽ മാഹിറു ഫിൽ ഖുർആനി മാ സഫറത്തിൽ കിറാമിൽ ബററ. ആ ഹദീസും പഠിക്കണം. അൽ മാഹിറു ഫിൽ ഖുർആനി മാ സഫറത്തിൽ കിറാമിൽ ബററ, അതിൻ്റെ അർത്ഥം പഠിക്കണം. അർത്ഥം, ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറ എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും സ്വർഗത്തിൽ വസിക്കുക. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് ഓതുന്നവർക്ക് ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ അത് വരുന്നതാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് എന്ത്? നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് ഓതുന്നവർക്ക് ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ അത് വരുന്നതാണ്. അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ്. ശൂന്യമായ വീട് പോലെയാണ് എന്ത്? അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ആര്? ഖുർആൻ മനഃപ്പാടമുള്ള ഒരാളെങ്കിലും. അടുത്ത പേജ്. സൂറത്തുൽ ഫാത്തിഹ, സജദ, യാസീൻ, അർ-റഹ്മാൻ, വാഖിഅ, അൽ മുൽക്ക്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ. മുഅവ്വിദത്തൈൻ എന്ന് പറഞ്ഞാൽ കുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, കുൽ അഊദു ബിറബ്ബിൽ ഫലക് സൂറത്ത്. ഈ 2 സൂറത്തിനെയാണ് കുൽ അഊദു ബിറബ്ബിൽ ഫലക്, കുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. മുഅവ്വിദത്തൈൻ എന്ന് പറഞ്ഞാൽ കുൽ അഊദു ബിറബ്ബിൽ ഫലക്, കുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 2 സൂറത്തിനെയാണ് മുഅവ്വിദത്തൈൻ എന്ന് പറയുന്നത്. ആയത്തുൽ കുർസി, ആമന റസൂലു ലൗ അൻസൽന മുതലായ ആയത്തുകളും പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, പതിവാക്കൽ മഹത്തായ സുന്നത്തായ സൂറത്തുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ, സൂറത്തുൽ ഫാത്തിഹ, സജദ, യാസീൻ, അർ-റഹ്മാൻ, വാഖിഅ, മുൽക്ക്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ എന്ന് പറയാം. പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള ആയത്തുകൾ ചോദിച്ചാൽ എഴുതേണ്ടത് ആയത്തുൽ കുർസി, ആമന റസൂലു ലൗ അൻസൽന, അത്രയും എഴുതിയാൽ മതി. ചിലപ്പം പതിവാക്കൽ മഹത്തായ സുന്നത്തായ ആയത്തുകളും സൂറത്തുകളും ചോദിച്ചത് രണ്ടും എഴുതേണ്ടതുണ്ട്.
ഇഹപര വിജയം അതിനാൽ നേടാനാകും. അവിടെ ഒരു ചോദ്യം വരാം. ഇഹപര വിജയം അതിനാൽ നേടാനാവും എന്തുകൊണ്ട്? ഖുർആൻ പാരായണം ചെയ്യൽ കൊണ്ട്. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപ്പാഠമാക്കലും വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. വളരെ ശ്രേഷ്ഠതയുള്ളതാണ് എന്ത്? ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപ്പാഠമാക്കലും. അതിനാൽ എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം. എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം എന്തുകൊണ്ട്? ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപ്പാഠമാക്കലും വളരെ ശ്രേഷ്ഠതയുള്ളതായതുകൊണ്ടാണ് എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം. സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചോദ്യം വരാം, സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി തങ്ങൾ എന്ത് പറഞ്ഞു? അതിനുത്തരം, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് 30 ആയത്തേ ഉള്ളൂ. അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും. ഖുർആനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവരുത്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ. അത്തദ്രീബാത്ത്. ഉത്തരം എഴുതാം. പഠിക്കലും പഠിപ്പിക്കലും വളരെ ശ്രേഷ്ഠമുള്ള അമലാണ് ഏത്? ഖുർആൻ. 2. ഖുർആൻ ഓതുന്നവൻ സ്വർഗത്തിൽ ആരുടെ കൂടെയാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്? സഫറ എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും സ്വർഗത്തിൽ വസിക്കുക. ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ആര്? ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും. പൂരിപ്പിക്കാം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഡാഷ് പൊളിഞ്ഞ വീട് പോലെയാണ് ഹൃദയം. അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ്, അല്ലെങ്കിൽ ശൂന്യമായ വീട് പോലെ. രണ്ടും ചോദിക്കാം, രണ്ടും ഒരേ അർത്ഥമാണ്. ശൂന്യമായ ഹൃദയം വീട് പോലെയാണെന്ന് ചോദിച്ചാലും പൊളിഞ്ഞ വീട് പോലെയാണെന്ന് ചോദിച്ചാലും രണ്ടും ഒരേ ഉത്തരമാണ്. എഴുതാം. പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകളും ആയത്തുകളും: സൂറത്തുൽ ഫാത്തിഹ, സജദ, യാസീൻ, അർ-റഹ്മാൻ, വാഖിയ, മുൽക്ക്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ എന്നീ സൂറത്തുകളും ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന മുതലായ ആയത്തുകളും. ആലോചിച്ച് പറയാമെന്നുള്ളത് നിങ്ങളെ ആക്ടിവിറ്റിയാണ്. അത് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി 1-ാം പാഠം അവസാനിച്ച് തദ്രീബാത്തിലെ ചോദ്യം മാത്രം പഠിച്ചാൽ പോരാ. ഇവിടെ വിവരിക്കപ്പെട്ട പാഠത്തുനിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരവും നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് തുടർന്ന് 2-3 പാഠങ്ങൾ തുടർന്നുള്ള ഓരോ പാഠത്തിൻ്റെയും വിശദമായ റിവിഷൻ പാഠങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.